ഇന്ന് പ്രവാസി സഞ്ചാരി നിങ്ങളെ എത്തിക്കുന്നത് കഥകൾ പറയുന്ന ഒരു മനോഹരമായ രാജ്യത്തിലേക്കാണ്. ഇത് യൂറോപ്പോ ഏഷ്യയോ അല്ല, രണ്ടും ചേർന്നൊരു വിസ്മയഭൂമി, അർമേനിയ. പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും സ്മരണകൾ നിറഞ്ഞ ഒരു സ്വപ്നഭൂമി. ഇവിടെ ഓരോ കല്ലും ചരിത്രം പറയുന്നു, ഓരോ വഴിയും കഥകൾ പറയുന്നു. ഞങ്ങളുടെ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ആഹ്ലാദവും നൽകും. ഇതൊരു യാത്ര മാത്രമല്ല, ഒരനുഭവമാണ്. മറക്കാനാവാത്ത ഓർമ്മകളുമായി ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം അർമേനിയൻ യാത്രയിലേക്ക്. ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സഞ്ചാരി പോകുന്നത് അർമേനിയയിലേക്കാണ്. അർമേനിയയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. റൂമിൽ നിന്ന് നേരെ അബുദാബി എയർപോർട്ടിലേക്ക് 6:30 നമ്മുടെ വിസ് എയർലൈൻസ് അർമേനിയയിലേക്ക് പുറപ്പെടുന്നത്. ഏകദേശം റൂമിൽ നിന്നും 1 അവറാണ് നമുക്ക് അബുദാബി എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഇന്ന് യാത്ര ചെയ്യുന്നത് അസ്മലും സഫാനും, അതേപോലെ നമ്മളെ യാത്ര അയക്കാൻ ഇന്ന് ഗഫൂറും, അതേപോലെ ഫവാസും, അതേപോലെ ഷിഹാബും, പിന്നെ ഷാജിക്കയും നമ്മുടെ കൂടെ പോരുന്നുണ്ട്. ഷാജിക്കയുടെ വി ക്ലാസ് വണ്ടിയിലാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ ലക്ഷറി കാറുകൾക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നേരെ അബുദാബി എയർപോർട്ടിലെത്തി അവർ ഞങ്ങളെ യാത്രയാക്കി മടങ്ങി. ഞങ്ങൾ നേരെ എയർപോർട്ടിനുള്ളിലേക്ക്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യാണ്. 3:20 നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അർമേനിയയിൽ നമ്മുടെ ഓണറേബിൾ വിസക്ക് ഫോം ഫില്ല് ചെയ്യണം. നമ്മളത് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഈ വെറുതെ നിൽക്കുന്ന ഈ സമയത്ത് നമുക്കത് പ്രിൻ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യല്ല, നമ്മളിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്കത് കീപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ടൈം സേവ് ചെയ്യാം. നമ്മുടെ ഫോട്ടോ നമ്മൾ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ വരുന്ന എപ്പിസോഡിലൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഉൾപ്പെടുത്തിട്ടോ. നമുക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങളും കാര്യങ്ങളും അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഉൾപ്പെടുത്തും. നോക്കൂ ഗൈസ്, സമയം നോക്കൂ ഗൈസ്, 5:20 നമ്മൾ 3:20 വന്നാണ്. നമ്മൾ ബോർഡിങ്ങിന് വേണ്ടി തന്നെ 2 മണിക്കൂറാണ് ക്യൂവിൽ നിന്നത്. 6 ഫ്ലൈറ്റാണ്, 15-20 മിനിറ്റ് ഡിഫറൻസിൽ വിസ് എയർലൈൻസിൻ്റെ. അപ്പോൾ ലൊക്കേഷനാണ്, ഫ്ലൈറ്റൊക്കെ ഫുള്ളാണ്, ഫുള്ള് ക്യൂ ആയി. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ടൈം ഇവിടെ ക്യൂ നിന്നു. ക്യൂവിലും സിറ്റിംഗ് ആയിട്ട് നമുക്ക് 5:20 ബോർഡിങ് കിട്ടിയത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ അവിടുത്തെ റൂം ബുക്കിംഗ്, അതേപോലെ ഇൻഷുറൻസ്, നമ്മുടെ വിസ, എമിറേറ്റ്സ് ID ഇതൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ബോർഡിങ് കിട്ടി. നമുക്കിനി ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ ഫ്ലൈറ്റ് 1 അവർ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ലൗഞ്ച് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അതുകൂടി നോക്കിയിട്ട് ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മളെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ നമ്മളിപ്പോൾ ഏകദേശം ഇറാൻ കയ്യാറായി. നമ്മൾ ദുബായിൽ നിന്ന് പുറപ്പെട്ടു. നമ്മളിപ്പോൾ ഇറാൻ്റെ തെഹ്റാൻ്റെ മുകളിലാണുള്ളത്. ഇറാനിലെ മഞ്ഞുമലകൾ ഉരുകി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനോഹരമായൊരു കാഴ്ചയാണ്. നമുക്കത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, വളരെ അകലെ നിന്നാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഇറാൻ കഴിഞ്ഞാണ് നമുക്ക് അർമേനിയയിൽ. അങ്ങനെ നമ്മൾ അർമേനിയൻ മണ്ണിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വിസ് എയർലൈൻസ് കറക്റ്റ് ടൈമിന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫുള്ളാണ്, ഫ്ലൈറ്റ് ഫുള്ളാണ്. കൂടുതലും ഇവിടുത്തെ ആളുകൾ തന്നെയാണ്. ടൂറിസ്റ്റേഴ്സൊക്കെ ഒരു 50 ആൾ വരെയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നേരെ വിസ കാര്യങ്ങളൊക്കെ എടുക്കണം. നടക്കുകയാണ്. ഒരു 15 എയർപോർട്ടാണ്, അത്ര വികസിത എയർപോർട്ടൊന്നുമല്ല. ഒരു 5-6 ഫ്ലൈറ്റും ഉണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ. നമ്മളെ വരവേൽക്കുന്നത് വി ക്ലാസ്
വാട്ട്സ് യുവർ നെയിം? My name is Tigra. ടിഗ്ര. നമ്മളെ അങ്ങനെ ഇവിടെ ഞാനാണ് വെൽക്കം ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ എയർപോർട്ടിൽ നിന്നും പരിചയപ്പെട്ട ടിഗ്രാമിൻ്റെ വണ്ടിയിൽ ഞങ്ങൾ നേരെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി. റെൻ്റേ കാറിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കാറും ചെക്ക് ചെയ്തു. ഞങ്ങളങ്ങനെ കാറും കൈക്കലാക്കി പെട്ടെന്ന് തന്നെ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങി. ഞങ്ങളിന്ന് എയർപോർട്ടിൽ നിന്നും നേരെ ഞങ്ങളുടെ അക്കോമഡേഷൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഞങ്ങളിന്ന് അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത് ദിലിജാനിലാണ്. ദിലിജാനിലേക്ക് പോകുന്ന വഴി നമുക്ക് സവാനിലേക്ക് സന്ദർശിക്കണം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. പോകുന്ന വഴി അതിമനോഹരമായ ഭൂപ്രകൃതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വണ്ടി നിർത്തി നമുക്ക് ചെറിയ ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു ഏരിയ കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ വണ്ടി സൈഡാക്കി. അതിമനോഹരമായ സ്ഥലം, പൂക്കളാലും പ്രകൃതി ഭംഗിയാലും വളരെ മനോഹരമായ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ സവാനിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങി. അതിമനോഹരമായ ഹൈവേയിലൂടെ പർവ്വതങ്ങളും താഴ്വാരങ്ങളും മലകളും കുന്നുകളും താണ്ടി നമ്മളങ്ങനെ ദിലിജാനിൽ എത്തിയിരിക്കുകയാണ്. ദിലിജാനിൽ നമ്മൾ ആദ്യം പോകുന്നത് ലേക്ക് സവാനിലേക്കാണ്. ലേക്ക് സവാൻ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. അതിമനോഹരമായ മരങ്ങളും പൂക്കളും അതിഭംഗിയായ റോഡ് നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു ഡ്രൈവിംഗ് റോഡ് കൂടിയാണ്. ഒരുപാട് ദൂരം ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ലേക്ക് സവാനിലെത്താം. ലേക്ക് സവാനിലുള്ള സവാങ് മൊണോസ്ട്രിയിലേക്കാണ് നമുക്ക് ആദ്യം പോകേണ്ടത്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടുത്തെ ആകെ ഒരു പ്രശ്നം നമ്മുടെ പാർക്കിംഗ് ആണ്. കുറഞ്ഞ പാർക്കിംഗ് സൗകര്യം മാത്രമാണ് ഇത്രയും വലിയ ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ ഇവർ നൽകിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു നേരെ മുകളിലേക്ക് പോകാനൊരുങ്ങി. പോകുന്ന വഴിയിൽ നമുക്ക് കുതിര സവാരി നടത്തുന്നതും ഇഷ്ടം പോലെ സുവനീർ ഷോപ്പുകളും നമുക്ക് കാണാൻ കഴിയും. നിരവധി പടികൾ ചവിട്ടിക്കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകുവാൻ വേണ്ടി. നിരവധി ടൂറിസ്റ്റുകളും നമ്മളെക്കാൾ പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുട്ടികളും നിരവധി സ്ത്രീകളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ പടികൾ കയറി ഈ മനോഹരമായ നവാങ് മൊണോസ്റ്ററിയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് നോക്കൂ സുഹൃത്തുക്കളെ, എന്താണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. നമ്മൾ എത്ര പടികൾ കയറിയാലും അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും. നമ്മൾ കയറിയ ക്ഷീണമെല്ലാം മാറിപ്പോകുന്ന രീതിയിലുള്ള കാഴ്ചയാണ് ദൈവം നമുക്ക് ഇവിടുന്ന് സമ്മാനിക്കുന്നത്. എന്ത് മനോഹരമാണ്! ഒരു ഭാഗത്ത് മാത്രമല്ല, ചുറ്റിലും മനോഹരമാണ്. ഒരു ഭാഗത്ത് പള്ളിക്ക് ചുറ്റും തടാകത്തിന് ചുറ്റും മലകൾ. പറയാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾ ഇവിടെ വന്ന് കാണുക തന്നെ വേണം. അത്രയും മനോഹരമാണ്. നോക്കൂ, നമ്മളെ ഡ്രോണുമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റിലും തടാകം. എന്ത് രസമാണിത് കാണാൻ. ഇത് റിസർവ് തടാകമാണ് കേട്ടോ. ഇവിടെ ഇത് മുഴുവൻ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടത്. എത്രയോ അടി ഉയർച്ചയിലുള്ള ഏറ്റവും വലിയ ഒരു തടാകമാണ് ലേക്ക് സവാൻ. You're from China, yeah? No, Korea. Korea? You're a tourist, yeah? I'm from India. India? Yeah. Oh, really? Today. ഇതിന് പല ചരിത്രങ്ങളും ഇവിടെ പറയുന്നത് കേട്ടു. അവരുടെ ഭാഷയിലായതുകൊണ്ട് നമുക്കത് മനസ്സിലായില്ല.
ചില ഗൈഡുകളൊക്കെ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ ചെറിയ രീതിയിലൊക്കെ കേട്ടത് ഒരു ജയിലായിരുന്നു, പിന്നെ ഇവിടുന്ന് അപ്പുറത്തെ മലയിലേക്ക് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ അർമേനിയയിലെ ഇന്ന് വന്നിറങ്ങിയതേ ഉള്ളൂ. ഇന്നത്തെ യാത്രകളെല്ലാം അനുസ്മരണീയമാണ്. യാത്രകൾ നമുക്കിന്ന് റൂമിലെത്തുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളിങ്ങനെ സന്ദർശനം തുടങ്ങിക്കഴിഞ്ഞു. മനോഹരമായ സ്ഥലങ്ങളാണ് അർമേനിയ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കണ്ട. നേരെ നമ്മൾ ഇനി ദിലിജാനിനെ ലക്ഷ്യമാക്കി നീങ്ങും. ദിലിജാൻ എന്ന് പറയുന്നത് അർമേനിയയുടെ ഊട്ടിയാണ്. അതിമനോഹരമായ ദിലിജാനെ ലക്ഷ്യമാക്കി നമുക്ക് യാത്ര തിരിക്കാം. അർമേനിയൻ റോഡിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് നീങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ ഓർക്കുകയാണ് എന്തുകൊണ്ടാണ് അർമേനിയ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. മറ്റു രാജ്യങ്ങളൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതായും വീഡിയോസും നമുക്ക് കാണാം. അർമേനിയ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് സന്ദർശിക്കുന്നത്. ഇത്ര മനോഹരമായ ഒരു രാജ്യത്തെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ടൂറിസം പിറകിലേക്ക് നയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളൊരു ചുരം ഇറങ്ങി വേണം ദിലിജാനിലേക്ക് പോകാൻ. ചുരം ഇറങ്ങിയ റോഡുകളിലൂടെ നമ്മൾ ദിലിജാൻ ടൗൺ എത്തുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഹൈവേയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ അക്കോമഡേഷൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിമനോഹരമായ ഒരു അക്കോമഡേഷൻ. ഒരമ്മച്ചി വന്ന് ഞങ്ങളെ കൂട്ടി നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീടിൻ്റെ 1ാം നിലയിലാണ് ഞങ്ങളുടെ താമസം ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ 3 പേർക്കും കൂടി ഒരു റൂമിൽ സെറ്റ് ചെയ്താൽ മതിയെന്ന് ഞാൻ മുൻകൂട്ടി അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 3 പേർക്കുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു റൂമിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല സിറ്റിംഗ് ഏരിയ ഉണ്ട്. റൂമിനോട് ചേർന്ന് തന്നെ ബാത്റൂം, അതേപോലെ ജനവാതിലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ അതിമനോഹരമായ പച്ചപ്പ്. ഇനി എന്ത് വേണം? ഇതിൽ കൂടുതൽ എന്ത് വേണം? ഏകദേശം 150 ദിർഹംസാണ് നമുക്ക് 3 പേർക്ക് ഇവിടെ താമസിക്കാൻ ഒരു ദിവസത്തേക്ക് ഇവർക്ക് കൊടുക്കേണ്ടത്. ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ഒറ്റ കാര്യം ഒഴിച്ചാൽ ബാക്കി എല്ലാം സെറ്റാണ്. സൂപ്പർ മാർക്കറ്റിലെ ജ്യൂസും പഴവും ഫ്രൂട്ട്സും കേക്കും ഒക്കെ തന്നെയാണ് ഇന്നത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം. അമ്മച്ചിയോട് ചായ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അങ്ങനെ നല്ല അടിപൊളി അർമേനിയൻ കോഫിയുമായി നമ്മുടെ അമ്മച്ചി എത്തി. എന്ത് രുചിയാണെന്നോ ഈ കോഫിക്ക്. അർമേനിയൻ കോഫിയെപ്പറ്റി പലപ്പോഴും കേട്ടിട്ടുണ്ട്. തുർക്കിഷ് കോഫിയെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന കോഫി തന്നെയാണ് അർമേനിയൻ കോഫിയും. എന്തായാലും ഞങ്ങൾ കോഫി കുടിച്ചതോടുകൂടി നല്ല ഉഷാറായി. അമ്മച്ചിയുടെ കോഫിയും കുടിച്ച് നേരെ ഫ്രഷായി ഞാൻ ക്യാമറയും എടുത്ത് വണ്ടിയും എടുത്ത് വീണ്ടും ഇറങ്ങി. സുഹൃത്തുക്കൾ ഫ്രഷ് ആവുന്നതേയുള്ളൂ. അവരെ കാത്തു നിന്നാൽ ഇന്നത്തെ വെളിച്ചം നമുക്ക് നഷ്ടമാവും. ദിലിജാനിലെ ടൗണിൽ നമുക്ക് ഇന്ന് മാത്രമാണ് സമയം സ്പെൻഡ് ചെയ്യാനുള്ളത്. ആ പ്ലാനിങ് വെച്ച് ഞാൻ നേരെ വണ്ടിയെടുത്ത് ദിലിജാൻ ടൗൺ ലക്ഷ്യമാക്കി നീങ്ങി. അതിമനോഹരമായി നമ്മൾ യാത്ര ചെയ്ത പാതയുടെ ബാക്കി പത്രമാണ് ഇവിടുന്ന് അങ്ങോട്ട് ദിലിജാൻ ടൗണിലേക്കുള്ളത്. ഇതും ഒരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദിലിജാൻ ടൗൺ സ്ഥിതി ചെയ്യുന്നത് തികച്ചും എല്ലാ പർവ്വതങ്ങളുടെയും താഴ്വാരത്താണ്. തണുപ്പ് കാലത്ത് ഇവിടെ അസഹ്യമായ തണുപ്പായിരിക്കും. ഓട്ടം സീസണിലാണ് നമുക്ക് ഇങ്ങോട്ട് വരേണ്ടത്. അത്ര മനോഹരമായിരിക്കും ഈ ദിലിജാൻ ഓട്ടം സീസണിൽ. ഈ കാണുന്ന ഗ്രീനറിയെല്ലാം മഞ്ഞയും ചുവപ്പും മരങ്ങളായി മാറുന്ന ആ കാഴ്ച നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് നേരെ പോകേണ്ടത് ഇവിടുത്തെ ഒരു ലേക്കിലേക്കാണ്. ചെറിയൊരു തടാകം. സെവാൻ ലേക്ക് കണ്ട നമുക്ക് ഈ തടാകം കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ കുളം പോലെ തോന്നുകയുള്ളൂ. പക്ഷേ ഇത് ദിലിജാൻ ലേക്കാണ്.
അതിമനോഹരമായ തടാകം. ചുറ്റിലും ബിൽഡിങ്ങുകളൊക്കെയുണ്ട്. അപ്പോൾ മലകളാൽ ചുറ്റപ്പെട്ട തടാകം. വൈകുന്നേരത്ത് ഇവിടുത്തെ ആളുകൾക്ക് ഏറ്റവും ടൈം സ്പെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ദിലിജാൻ ലേക്ക്. ഇവിടെ ബോട്ട് യാത്രയുണ്ട്, അതേപോലെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ കഴിയും. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഇവിടെ. എല്ലായിടത്തെ പ്രശ്നം പോലെ തന്നെ ഇവിടെയും പാർക്കിങ്ങിന് പ്രശ്നം തന്നെയാണ്. നമ്മളൊരു റോങ് പാർക്കിൽ പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ വേണ്ടി എൻ്റെ നിയോ കുട്ടനുമായി ഇറങ്ങി കുറച്ചു ഷൂട്ടുകളൊക്കെ എടുത്തു. ബോട്ടിൻ്റെ പ്രൈസുകളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വലിയ പ്രൈസുകളൊന്നുമില്ല. ഇവിടുത്തെ 3000, 2000 അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത്. കപ്പിൾസിനൊക്കെ വന്നാൽ ഒരുപതി ആസ്വദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണും. പട്ടിക്കുട്ടന്മാരെ കൊണ്ട് ചെറിയൊരു ശല്യം ഇവിടെ കാണുന്നുണ്ട്. ശല്യം എന്ന് പറയാൻ പറ്റില്ല, അത്രയും വലിപ്പമുള്ള പട്ടികളാണ് ഇവിടെ. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയമാവും. ദിലിജാൻ സിറ്റി വളരെ ചെറിയൊരു സിറ്റിയാണ്. കുറഞ്ഞ ഷോപ്പുകൾ മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എല്ലായിടത്തും കാണും പോലെ തന്നെ പോലീസ് വണ്ടി ഇവിടെയും 1-2 ഇവിടെയും കാണാം. അർമേനിയ നല്ല സെക്യൂരിറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് റോഡിലെ ട്രാഫിക് നിയമങ്ങൾ ഇവർ കർശനമായി നിയന്ത്രിക്കുന്നുണ്ട്, ക്യാമറയും പോലീസും ഒക്കെയായി. അതുകൊണ്ട് തന്നെ നല്ല ഡ്രൈവിംഗ് മര്യാദ നമുക്ക് കാണാനും കഴിയും. അങ്ങനെ ഇന്നത്തെ ദിലിജാൻ്റെ ഈ കാഴ്ചകളൊക്കെ കണ്ട് സുഹൃത്തുക്കൾ അപ്പോഴേക്കും ഫ്രഷായി. ഞാൻ റൂമിൽ പോയി അവരെയും കൂട്ടി നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദിലിജാൻ സിറ്റിയും കഴിഞ്ഞ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഡിന്നറും കഴിച്ച് നേരെ റൂമിലേക്ക് പോയി. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ യാത്ര ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.